ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഒരാശ്രമത്തിലെ ഒരു ശിഷ്യന് കുറച്ച് നാളുകളായി താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ഒരു തോന്നൽ. മറ്റുള്ള എല്ലാവരും തന്നേക്കാൾ പ്രഗത്ഭരാണ് എന്നാണ് അവൻ്റെ ചിന്ത. അവൻ ഇത് കൂടെ ഗുരുവിനോട് പറയുമായിരുന്നു. ഒരു ദിവസം ഗുരു ആ ശിഷ്യനെ വിളിച്ച്, നീ കാട്ടിൽ പോയി ആർക്കും പ്രയോജനമില്ലാത്ത കുറേ ഉണങ്ങിയ ഇലകൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ശിഷ്യൻ കാട്ടിലെത്തി ഒരിടത്ത് ഒരു കൂന ഇലകൾ കിടക്കുന്നത് കണ്ടു. അതെടുക്കാൻ തുടങ്ങിയപ്പോൾ, ദയവായി ആ ഇലകൾ എടുക്കരുതേ, ഭക്ഷണം പാകം ചെയ്യുവാൻ തീ കൂട്ടാനായി ഞാൻ കൂട്ടിവെച്ചതാണവ, ഒരു പാവപ്പെട്ട ഗ്രാമീണൻ പറഞ്ഞു. ശിഷ്യൻ അവിടെ നിന്ന് മുൻപോട്ട് പോയി. അവിടെയും ഒരിടത്ത് കുറേ ഉണങ്ങിയ ഇലകൾ കണ്ടു. അയാൾ അതെടുക്കാൻ തുനിഞ്ഞപ്പോൾ മറ്റൊരു ശബ്ദം, ദയവായി ആ ഇലകൾ എടുക്കരുതേ, ഔഷധ ഗുണമുള്ള ആ ഇലകൾ ഉണക്കാനായി ഞാൻ വെച്ചതാണ് അവിടെ. ഒരു ആദിവാസി വൈദ്യനായിരുന്നു അത് പറഞ്ഞത്. ശിഷ്യൻ ആശ്രമത്തിലേക്ക് തിരിച്ചു നടന്നു. വഴിയിൽ ഒരു ചെറിയ കുളത്തിൽ വെള്ളത്തിന് മുകളിൽ ഒരു ഉണങ്ങിയ ഇല പൊങ്ങിക്കിടക്കുന്നത് കണ്ട് അതെടുത്തപ്പോൾ അതിലൊരു ഉറുമ്പ് ഇരിക്കുന്നത് കണ്ടു. കുളത്തിലെ വെള്ളത്തിൽ വീണുപോയ ആ ഉറുമ്പ് രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിൽ ആ ഇലയിൽ കയറിപ്പറ്റതായിരുന്നു. ശിഷ്യൻ ആശ്രമത്തിൽ തിരിച്ചെത്തി ഗുരുവിനോട് പറഞ്ഞു, ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഉണങ്ങിയ ഇലകൾ എനിക്ക് എങ്ങും കാണാൻ സാധിച്ചില്ല. നിസ്സാരമെന്ന് തോന്നുന്ന ഉണങ്ങിയ ഇലകൾക്ക് പോലും ധാരാളം പ്രയോജനങ്ങൾ ഉണ്ട്. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ നിന്നെക്കൊണ്ടും ഈ ലോകത്തിന് എത്രയോ പ്രയോജനമുണ്ടാകാം എന്ന സത്യം നീ മനസ്സിലാക്കണം. ഓരോ വ്യക്തിക്കും ഓരോ വസ്തുവിനും സൃഷ്ടിയിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഈ സത്യം തിരിച്ചറിയാതെ പലതിനെയും നമ്മെ തന്നെയും നിസ്സാരമായി കാണുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമുഖ്യ പ്രശ്നങ്ങൾക്കും കാരണം. നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും നാം കാണിക്കുന്ന ശ്രദ്ധയും വിവേകവും നമ്മെ ജീവിത വിജയത്തിലേക്ക് നയിക്കും. ജീവിതത്തിൽ പ്രാഗൽഭ്യം കുറഞ്ഞവരും ബലഹീനരും ബുദ്ധിഹീനരും എല്ലാം ഈ ലോകത്തിന് ആവശ്യമുള്ളവർ തന്നെ. ഒരു വലിയ മതിൽ പണിയുമ്പോൾ വലിയ കല്ലുകൾക്കൊപ്പം ചെറിയ ചീളുകല്ലുകളും അനിവാര്യമാണ്. ഇടയ്ക്ക് കുറച്ച് മണ്ണെങ്കിലും വേണ്ടിവരും. അതിനാൽ നമ്മയും പ്രയോജനമുള്ളവരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം നാം എവിടെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അഥവാ ഈ ലോകത്തിൽ നമുക്കുള്ള ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിയുന്നതിന് കഴിയാതിരിക്കുന്നു എന്നത് മാത്രമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവവുമായുള്ള ബന്ധത്തിലാണ്. ദൈവത്തോടു കൂടെ ജീവിക്കുന്ന വൈകല്യമുള്ള എത്രയോ പേർ ശ്രേഷ്ഠമായ ജീവിതം നയിക്കുവാൻ ഇടയാകുന്നു. ആകയാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായി നമുക്കും സാധ്യമാവട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം. എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ അപകർഷതാ ബോധം മൂലം കർത്താവെ, പലപ്പോഴും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി ചിന്തിച്ചു പോയി. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും കഴിവുകളും താലന്തുകളും ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.